ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ജിസയിലും അനുമോളും തമ്മിലുള്ള പ്രശ്നം ഭയങ്കര തമാശയിൽ അവസാനിച്ചിട്ടാണ്. പക്ഷെ ഒരിക്കലും അല്ല, അവർ തമ്മിൽ യാതൊരു വിധത്തിലും കോംപ്രമൈസിൽ എത്തുന്നില്ല. കാരണം ജയിലിൽ അവർക്ക് കോംപ്രമൈസ് ആകാനുള്ള അവസരം കൊടുത്തിട്ടും അവിടെ അവർ തമ്മിൽ സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. കാരണം മറ്റുള്ള വീട്ടിലെ അംഗങ്ങളെല്ലാം ആ ജയിലിന്റെ ഫ്രണ്ടിൽ വന്ന് ഓരോന്ന് പറഞ്ഞ് ഇതിനെ കൂട്ടി കൂടുതൽ കൂടുതൽ അതിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂടുതൽ തന്നെ എരികേറ്റി രണ്ടുപേരും തമ്മിൽ അകറ്റുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. പ്രത്യേകിച്ച് അതിനകത്ത് ആര്യനൊക്കെ വന്നു കഴിഞ്ഞ് അനുമോള് വീണ്ടും മോശമായ രീതിയിൽ സംസാരിക്കുന്നു. അത് കണക്ക് തന്നെ ഏഹ്, റെന വന്ന് റെന വന്ന് ചെയ്യുന്നതും ഇതേ പ്രവൃത്തി തന്നെയാണ്. ഇവർ തമ്മിൽ അടുക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. പക്ഷെ ഇവർ തമ്മിൽ സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തെങ്കിൽ മാത്രമേ അതിനൊരു ഒരു പൂർണ്ണത ഉണ്ടാക്കത്തുള്ളൂ. അത് മാത്രമല്ല, ഇവിടെ ശൈത്യമായിട്ട് വഴക്ക് വരെ നടക്കുന്നു. അപ്പം വീട്ടിലുള്ളവര് അനുമോള് കരുതിയിരിക്കുന്നത് പുറത്ത് ഇവർ തമ്മിലുള്ള പുതപ്പിനടിയിൽ നടന്നത് വലിയ ഇഷ്യൂ ആയിട്ടുണ്ടെന്നുള്ള ധാരണയാണ്. അനുമോള് ഇതിൽ കയറി ധൈര്യത്തെ ഏറ്റെടുത്തിട്ട് ഇത് ശരിയാണെന്ന് സ്ഥാപിക്കുന്നത്. പക്ഷെ വീട്ടിലുള്ളവരെല്ലാം ജിസയിലും ആര്യനും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അവരെല്ലാരും അതുകൊണ്ടാണ് അനുമോളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ജിസേലിന്റെയും ആര്യന്റെ പക്ഷം നിൽക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത്. പക്ഷെ സത്യാവസ്ഥ എന്തുവാന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇപ്പൊ അനുമോള് പറയുന്നതാണോ സത്യം, ജിസയിലും ആര്യം പറയുന്നതാണോ സത്യം എന്നും അറിയത്തില്ല. ജിസേൽ എന്നാൽ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല. തന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത് അനുമോളെ എന്ന് ദേഷ്യപ്പെടുന്ന ജിസേലിനെ നമ്മൾ കാണുന്നില്ല. എന്നാലും ഇത് കഴിഞ്ഞ ആഴ്ച ജിസേലിന്റെ മുഖത്തെ മേക്കപ്പ് മായ്ച്ചു എന്ന് പറഞ്ഞ് ജിസേൽ എന്തോരം കരച്ചിലും ബഹളവും ഒക്കെ നടത്തിയവിടെ ആ ജിസേൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം അനുമോൾ ആവർത്തിക്കുമ്പോൾ എന്തുകൊണ്ട് ജിസേൽ മറുപടി പറയുന്നില്ല തിരിച്ച്? ഇതേപോലെ പ്രതികരിച്ചൂടെ ജിസേലിന്? ഇത് ജിസേൽ